ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന്റെ എക്സാമിന്റെ പാറ്റേൺ, സ്റ്റേജസ്, പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ CDS എക്സാമിന്റെ ഫുൾ ഫോം ആണ്. CDS എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? UPSC ആണ്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കമ്മീഷൻഡ് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു എക്സാം ആണെന്ത് ഈ CDS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു വർഷം 2 തവണ CDS എക്സാമിനേഷൻ നടത്തപ്പെടുന്നുണ്ട്. CDS 1, CDS 2 എന്ന് പറയുന്നിട്ട് CDS 1 സാധാരണയായിട്ട് ഏപ്രിലാണ് നടത്തപ്പെടാറ്. CDS 2 ഏതാണ്? സെപ്റ്റംബർ മാസത്തിലാണ്, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് നടത്തപ്പെടാറ്. ഇപ്പൊ CDS 1 നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. കുറെ ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ അതിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് CDS 2 അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെയിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇതില് ഈ CDS 1, CDS 2 എക്സാംസ് ഒക്കെ നടത്തുമല്ലോ. അപ്പൊ അതില് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് സെലക്ട് ആവുന്ന ഏതൊക്കെ അക്കാദമീസിലേക്കാണ്? ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, IMA, INA, AFA, OTA. ഓക്കെ, CDS 2026 അത് കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റി ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ UPSC ആണ്. എക്സാം ഏത് മോഡാണ്? ഒരു ഓഫ്ലൈൻ മോഡ് എക്സാം ആണ്. അതായത് പെൻ പേപ്പർ ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ലാംഗ്വേജ്, ഓക്കെ, അവിടെയുള്ള ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാനായിട്ട് സാധിക്കും. ലാംഗ്വേജിലും എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി CDS 2026 എക്സാമിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ, SSB ഇന്റർവ്യൂ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന 2 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പാറ്റേൺ നോക്കാം. റിട്ടേൺ എക്സാമിനേഷന്റെ പാറ്റേൺ ആണ് ഫോർ IMA, INA, AFA, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി. ഈ 3 അക്കാദമീസിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ്? അവിടെ നമുക്ക് 3 സബ്ജക്ട്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, GK, എലമെന്ററി, മാത്തമാറ്റിക്സ്. ഓക്കെ, ഓർത്തു വെക്കുക ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, GK, എലമെന്ററി, മാത്തമാറ്റിക്സ്. ഇതിൽ ഇംഗ്ലീഷിന് എത്ര മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്? 100-ലാണ്. ജനറൽ നോളജിനും എത്രയാണ്? 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. മാത്സിൽ നിന്നും എത്രയാണ്? 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അങ്ങനെ ടോട്ടൽ IMA, INA, AFA ഈ 3 അക്കാദമീസിലേക്കാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ 300 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഇനിയിപ്പോ OTA കാര്യത്തിൽ എങ്ങനെയാണ്? 2 സബ്ജക്ട്സേ ഉള്ളൂ. നമുക്ക് അവിടെ എന്തില്ല? മാത്സ് പഠിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ടോട്ടൽ മാർക്ക് വരുന്നത് 200-ലാണ്. ഇംഗ്ലീഷിന് 100 മാർക്കും ജനറൽ നോളജിന് 100 മാർക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുണ്ട്? കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇതിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. IMA, INA, AFA ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി, ഈ അക്കാദമീസിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്ക് ഈ 300 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, എലമെന്ററി, മാത്തമാറ്റിക്സ്. ഓക്കെ, ഈ 3 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത് മെയിൻ ആയിട്ട്. ഓക്കെ, OTA-യിലേക്കാണ് നോക്കുന്നതെങ്കിലോ ഇംഗ്ലീഷും ജനറൽ നോളജും ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യേണ്ട? മാത്സ് പഠിക്കേണ്ട കാര്യം അവിടെയില്ല. ഇനിയിപ്പോ മാത്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? OTA നോക്കി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ വീതം, ഓരോ പേപ്പറിനും 2 മണിക്കൂർ വീതമാണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ഇനി SSB ഇന്റർവ്യൂ എന്താണ്? ഒരു 5 days ഇന്റർവ്യൂ ആണ്. അതായത് ഒരു ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് എന്ത്? SSB ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഇതൊരു 5 days ഇന്റർവ്യൂ ആണെങ്കിൽ അല്ല ഒരു ദിവസം പോയിട്ട് ഇന്റർവ്യൂ തീർന്നിട്ട് അങ്ങനെയല്ല. 5 days ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പെടുന്ന ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, ഇന്റർവ്യൂ, കോൺഫറൻസ്, ഇതൊക്കെയാണ് എന്ത്? ഈ പറയുന്ന 5 days ഇന്റർവ്യൂല് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഓർത്തു വെക്കുക SSB ഇന്റർവ്യൂ എന്താണ്? ഒരു 5 days ഇന്റർവ്യൂ ആണ്. പക്ഷേ നമ്മുടെ എക്സാം CDS റിട്ടേൺ എക്സാമിനേഷൻ എന്നാണ്? ഒരു ദിവസം തന്നെയാണ് ഈ 3 സബ്ജക്റ്റിന്റെയും എക്സാം വരുന്നത്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ഒരു കമ്മീഷൻഡ് ഓഫീസർ റാങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ത്? ഈ CDS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ട്സ് അവൈലബിൾ ആണ്.
നമ്മൾ മാത്സിന്റെ നോട്ട്സ് കൊടുക്കുന്നില്ല. ഇംഗ്ലീഷിന്റെയും ജികെയുടെയും നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താലും മതിയാവും. ഓക്കെ, താങ്ക് യു.